മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ ശേഷിക്കെ രാഹുൽ ഗാന്ധി കെ.സി. വേണുഗോപാൽ കൂടിക്കാഴ്ച ഡൽഹിയിൽ. രാഹുലിന്റെ വീട്ടിലേക്ക് കെ.സി. വേണുഗോപാൽ എത്തി. ശരത് ലാൽ വിവരങ്ങളുമായി ചേർന്നു. ശരത്ത്, കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെയും കെ.സി. വേണുഗോപാൽ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ നിർണായകങ്ങളായ ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം പങ്കെടുക്കുന്നത് ഒരു തെറ്റായ എന്തെങ്കിലും ഒരു സന്ദേശം അത് പ്രവർത്തകരിലേക്ക് പോകും എന്ന് കരുതിയാകണം. പക്ഷേ ഇന്നിപ്പോ രാഹുൽ ഗാന്ധി രാഹുലിന്റെ വീട്ടിലേക്ക് കെ.സി. എത്തുമ്പോൾ നടക്കുന്ന ചർച്ചകൾ നിർണായകമായിരിക്കും. എന്തെങ്കിലും കെ.സിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിരിക്കുമോ, അതോ കെ.സിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് ധരിപ്പിക്കാനായിരിക്കുമോ? വേദലക്ഷ്മി, ഈ കാര്യത്തിൽ കെ.സി. 3 ദിവസമായിട്ട് കെ.സി. സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി ആദ്യമായി പുറത്തിറങ്ങി എന്ന് നമുക്ക് പറയാൻ വേണം. കാരണം രാഹുൽ ഗാന്ധി തീരുമാനമെടുത്തു, അത് നിരീക്ഷകരെ അറിയിച്ചു. നിരീക്ഷകർ കേരളത്തിലേക്ക് വണ്ടി കയറി, വിമാനം കയറി. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി കെ.സി. വേണുഗോപാൽ നേരിട്ട് കാണാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ചർച്ച നിർണായകമാണ്. ഇത് സേവലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ കെ.സിയെ വിളിച്ച് അഭിനന്ദിക്കാൻ, അല്ലെ കെ.സിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ. ഈ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ നടക്കുള്ളൂ. അത് എന്തായിരിക്കും എന്ന കാര്യം ഒന്നുകിൽ അത് കെ.സി. പുറത്തു വരുമ്പോൾ നമുക്ക് ശരീരഭാഷയുടെ അല്ലെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാകും. ഏതായാലും കെ.സിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച ഒരു പ്രതികരണം കെ.സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത തീരെയില്ല. കാരണം അത് പ്രഖ്യാപിക്കുന്നത് അവിടെയാണ്, തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തന്നെ കെ.സിയെ സംബന്ധിച്ചിടത്തോളം അത്തരം തീരുമാനമെടുക്കാൻ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അത്തരമൊരു തീരുമാനം പറയുകയാണെങ്കിൽ അത് മാധ്യമങ്ങളോട് അദ്ദേഹം ഷെയർ ചെയ്യില്ല. മറിച്ചാണെങ്കിൽ അദ്ദേഹം തിരിച്ചു വന്ന് അല്ലെങ്കിൽ വി.ഡി. സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസ് എടുക്കുന്ന ഏത് തീരുമാനവും താൻ പൂർണ്ണമായി അംഗീകരിക്കുമെന്ന് വ്യക്തമാക്കുമെന്ന ഒരു സാധ്യതയുണ്ട്. ഏതായാലും നിലവിൽ കെ.സി. പ്രതികരിക്കുമെന്ന പ്രതീക്ഷ നമുക്കില്ല. എന്തായാലും രാഹുൽ ഗാന്ധിയുമായി എത്ര മിനിറ്റ് കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച അത് കഴിഞ്ഞ് കെ.സി. എപ്പോൾ പുറത്തിറങ്ങുന്നു, അദ്ദേഹത്തിന്റെ ശരീരഭാഷ എന്തായിരിക്കും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, രണ്ട് കാര്യങ്ങൾ മാത്രമേ ഈ കൂടിക്കാഴ്ചയിൽ പ്രാധാന്യമുള്ളൂ. ഒന്ന്, കെ.സി. മുഖ്യമന്ത്രിയാവുമോ ഇല്ലയോ. രണ്ട്, കെ.സി. മുഖ്യമന്ത്രി ആവുന്നില്ലെങ്കിൽ അത് പറയാ. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ കൂടിക്കാഴ്ചയിലുള്ളൂ. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കാം ശ്രീലക്ഷ്മി. ഓക്കെ ശരത്ത്, കാത്തിരിക്കാം. നമ്മൾ ഇത്രയും 10 ദിവസം കാത്തിരുന്നില്ലേ, ഇനിയിപ്പോ കുറച്ച് മണിക്കൂറുകൾ കാത്തിരിക്കാനാണോ പ്രയാസം? കാത്തിരിക്കാം. കാര്യങ്ങളൊക്കെ ഒന്നുകിൽ കെ.സി. പറഞ്ഞ് ബോധ്യപ്പെടുത്തട്ടെ, അതല്ലെങ്കിൽ കെ.സിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? രണ്ടിലൊന്ന് അവിടെ നടക്കുന്നുണ്ട്. നമുക്കിനി സംസ്ഥാനത്തെ